നൂഡ് ബീച്ചിൽ പോവാണ്. യെസ് ഗായ്സ്, കുറെ നാളായാലും കണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ ഞാനും മെൽവിനും കൂടി എവിടെയാ പോണേ? ബീച്ച്. എന്ത് ബീച്ച്? നൂഡ് ബീച്ചിൽ പോവാണ് ഗൈസ്. അതായത് അവിടെ വ്ളോഗ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഐ മീൻസ് ആദ്യം പ്രൈവസിയൊന്നും നമുക്ക് എൻട്രൻസ് ചെയ്യാൻ താല്പര്യമില്ല. എന്നാലും എനിവേ നമുക്ക് പോകുന്ന റൂട്ടൊക്കെ കാണിച്ചു തരാം അല്ലേ? What happens in beach ends in beach. That's it. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ വണ്ടിയൊന്നും എടുക്കുന്നില്ല ഗൈസ്, ഒട്ടുക്കത്തെ വെയിലാട്ടോ, നല്ല വെയിലുണ്ട്. എന്തായാലും ഇനി ബസ്സൊക്കെ കയറി ഡൗൺ ടൗണിൽ പോയിട്ട് കാണാം അല്ലേ? ഓക്കെ ഗൈസ്, ഞങ്ങൾ യൂണിയൻ സ്റ്റേഷൻ എത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം നടക്കാനുണ്ട്. നടന്നിട്ട് വേണം ഹാർബർ ഫ്രണ്ടിൽ പോകാൻ. അവിടെ നിന്ന് ഫെറി കയറിയിട്ടാണ് നമ്മൾ ടൊറന്റോ ഐലൻഡിൽ പോകുന്നത്. അവിടെ ആയിട്ടാണ് ഈ പറഞ്ഞ നൂഡ് ബീച്ച്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റായി. ഇനിയിപ്പോൾ ഫുഡ് സ്റ്റാക്ക് ചെയ്യണം. ഡിസൈഡ് പിസ്സ സെറ്റ് ആക്കണം. പിന്നെ ഈ ഓഡിയോയുടെ ഇഷ്യൂ എനിക്ക് അറിയാം. എന്തായാലും നമ്മൾ ഈ മാസം തന്നെ മൈക്ക് സെറ്റ് ആക്കുന്നതാണ് ഗൈസ്. നമ്മളങ്ങനെ യൂണിയൻ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആർക്കിടെക്ചറലായിട്ടുള്ളൊരു മാർവൽ തന്നെയാണ്. അലൻ ലംബർട്ട് ഗാലറിയ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാന്റിയാഗോ കാൽവട്രയാണ്. അത് 1992 ഡിസൈൻ ചെയ്തതാട്ടോ. ഇത് ശരിക്കും ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കത്തീഡ്രലിൻ്റെ റൂഫ് എങ്ങനെയാണോ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ക്രിസ്റ്റൽ കത്തീഡ്രൽ എന്നും വിളിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രൂക്ക്ഫീൽഡിലൊരു ബിസിനസ് കോംപ്ലക്സ് ആണ്, ഒരു റീറ്റെയിലും ഒക്കെ ഉള്ള ഒരു ബിസിനസ് കോംപ്ലക്സ് ആണ്. നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ടൊറന്റോയുടെ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടൊറന്റോയുടെ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. ഈ ഭാഗത്താണ് ഏറ്റവും ഭംഗിയുള്ള കെട്ടിടങ്ങളുള്ളത്. അതായത് മോഡേൺ ആർക്കിടെക്ചറിലുള്ള ഏറ്റവും അടിപൊളി കെട്ടിടങ്ങൾ ഇവിടെയാണുള്ളത്. ഇത് രസം നോക്കിയ ഗൈസ്, എൻ്റെ അറ്റം കാണാൻ പറ്റുന്നില്ല ആ കെട്ടിടത്തിൻ്റെ ഒക്കെ അടിയിൽ നിന്നിട്ട്. ഡൗൺ ടൗൺ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെ കേട്ടോ. കാനഡയിൽ വന്നത് വേർത്തായിട്ടൊക്കെ തോന്നുന്നു ഡൗൺ ടൗണിൽ വരുമ്പോഴാണ്. വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് നടക്കും ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മള് വണ്ടി എടുക്കാതെ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് നടക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ അല്ല, ഇങ്ങോട്ടാ നടക്കണേ? മാപ്പ് നോക്കാം. ഹാർബർ ഫ്രണ്ട് എനിക്ക് തോന്നുന്നു കടൽ അങ്ങോട്ടേക്ക് അങ്ങോട്ടല്ലേ. അപ്പൊ ഹാർബർ ഫ്രണ്ട് അങ്ങോട്ട് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന് നടക്കാം. പിന്നെ പുള്ളി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 6-7 വർഷമായി. ഇപ്പൊ എന്തായാലും പുള്ളിക്ക് നല്ല ധാരണ ഉണ്ടാവും. ഇതൊക്കെ എത്ര കൊല്ലം കിട്ടിയോടിയിരിക്കും മെൽവിന്? എനിക്കും മെൽവിനും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർച്ചില്ലെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഒരേ മൈൻഡാ. ഞങ്ങൾക്ക് 2 പേർക്കും നടന്നാൽ വിശക്കും. ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഹോട്ട് ഡോഗ് അടിക്കാം. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ഫുഡ്. ലൈക്ക് നമ്മുടെ നാട്ടിൽ ഈ ബജിക്കടയൊക്കെ ഉള്ള പോലെ. ഒന്ന് മുരിയണം നോക്കിയ ഹോട്ട് ഡോഗ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഐറ്റം ഇതാണ്. ഇവിടെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിന് നമുക്ക് ഫുഡ് കിട്ടും. നല്ല ടേസ്റ്റി ആയിരിക്കും. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ ക്യാഷ് മാത്രമേ ഇവർ എടുക്കത്തുള്ളൂ. ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ ഇന്ന് ക്യാഷ് ഉണ്ട്. മെൽവിൻ്റെ ക്യാഷ് ഉണ്ടായിരുന്നു. സത്യം ഗായ്സ്, ഞങ്ങളപ്പോൾ ഇപ്പോൾ ഹാർബർ ഫ്രണ്ടിലേക്ക് പോവാണ് ഗൈസ്. എവിടേക്ക് പോവാ? ഹാർബർ ഫ്രണ്ടിൽ പോകുന്നു, ടിക്കറ്റ് എടുക്കുന്നു. ആകാശ് പറഞ്ഞനുസരിച്ച് ചെല്ലുക, ലെഫ്റ്റ് സൈഡിലുള്ള കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക. എനിക്ക് വല്ല വഴി അറിയോ? ഞങ്ങളത് പിസ്സ, സകല സാമാനം, ഇതിനകത്ത് കുറച്ച് ബിയറും ഉണ്ട്. ഇത്ര സംഭവമായിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. അതായത് തിരക്കുണ്ടെങ്കിൽ വി ആർ ഹാപ്പി, തിരക്കില്ലെങ്കിൽ വി ഗെറ്റ് പ്രൈവസി, വി ആർ ഹാപ്പി. സോ either way we are happy, right? സോ നമ്മള് തെങ്ങിലും കയറും, കവുങ്ങിലും കയറും, എവിടെ വരും കയറും. ആ ഒരു മൂഡിലാണ് പോകുന്നത്. മൺഡേ വി നോ റൈറ്റ്. ലൈക്ക് തിരക്കുന്നുണ്ടാവാൻ ചാൻസ് ഇല്ല, എന്നാലും ചെന്ന് നോക്കാം. നമുക്ക് ഓഫ് കിട്ടുന്ന ഡേ അല്ലേ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനി ഫെറിയുടെ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. നമുക്ക് ഇതാ കാണുന്ന കൗണ്ടർ, ലെഫ്റ്റ് കൗണ്ടർ.
ഹെഡ്ലൈൻസ് തന്നെ ഉറപ്പല്ലേ? 100%. ന്യൂഡ് ബീച്ച് അവിടെയൊക്കെ തന്നെയല്ലേ? 100%. അവിടെ ചെന്ന മെൽവി ഷർട്ടൊക്കെ അയച്ചു നടക്കുമോ? 100% ഇല്ല. അതൊക്കെ അത്ര ഉള്ളു കേസ്. അത് ശ്രീമന്യ ന്യൂഡ് ബീച്ച് എന്നല്ല, ഓപ്ഷണലാണ്. ക്ലോത്തിങ് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ക്ലോത്ത് ഇടാം. ഞങ്ങളെല്ലാവരും എന്തെങ്കിലും ക്ലോത്ത് ഇടും. ഞങ്ങൾക്കൊന്നും ബീച്ചെന്നല്ല അതിനെ പറയുന്നത് തന്നെ, വിളിക്കുന്നത് തന്നെ ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ച് എന്നാണ്. എക്സാക്ട്ലി അതാണ് സംഭവം. പക്ഷെ അവിടെ ആൾക്കാർ തുണി ഇല്ലാത്ത ആൾക്കാർ നടക്കുന്നത് കൊണ്ട് നമ്മൾ ന്യൂഡ് ബീച്ച് എന്ന് നമ്മൾ പാവപ്പെട്ടവര് വിളിക്കുന്നത്. അത്ര ഉള്ളു സംഭവം. നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മൾ കേറി പോകേണ്ടത്. നമ്മൾക്ക് പോകേണ്ട ഭാഗം ഇവിടെയാണ്. അത് വരാൻ സമയമുണ്ട്. അതുവരെ കഴിച്ച് ആലപ്പിനോ വീണ്ടുപോയി. ഏതോ അവനാണോ? അവനാണെ നമുക്ക് കൊണ്ടോ? അവനെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് നമ്മുടെ ഫെറി വന്നു ഗൈസ്. അതായത് നമ്മളിന്ന് പോവാൻ പോകുന്ന സ്ഥലത്തെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഞാൻ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞുതരാം. അതായത് ടൊറൻഡോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 15 ഐലൻഡുകളാണ് ഉള്ളത്. അതായത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ഈ ഹാർബർ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ശരിക്കും സർവീസ് ഉള്ളത് 3 മേജർ ഐലൻഡ്സിലേക്കാണ്. വാട്ട്സ് ഐലൻഡ്, സാൻഡ്രോ ഐലൻഡ്, പിന്നെ ഉള്ളത് നമ്മൾ പോകുന്ന ഹൺലൈൻസ് പോയിന്റിലേക്കാണ്. ഇതിനകത്ത് ഹൺലൈൻസ് പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18ാം നൂറ്റാണ്ടിൽ ഈ ടൊറൻഡോയിൽ ആദ്യമായിട്ട് സെറ്റിലായ ഫാമിലീസിൽ പെട്ടൊരു ഫാമിലിയാണ് ഹൺലൈൻസ്. അവർ ഈ 18ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന പാദമൊക്കെ ആയപ്പോഴേക്കും, ഏകദേശം 70കളൊക്കെ ആയപ്പോഴേക്കും, 1870 ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ബീച്ചിൻ്റെ ആ ഭാഗത്തായിട്ട് റിസോർട്ട്സും ഹോട്ടൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് പിന്നെയാണ് ഹൺലൈൻസ് പോയിന്റ് എന്നുള്ള പേര് ഈ ഐലൻഡിന് വരാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പോകുന്ന ബീച്ചാണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ച്. വൺ ഓഫ് ദ ഈ ലോകത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ചാണ് ഹൺലൈൻസ് പോയിന്റ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ച് ഉണ്ട് ഗൈസ്. അതാണ് ട്വിസ്റ്റ്. അങ്ങനെ ഞാനും മെൽവിലും കുറച്ച് നേരത്തേക്ക് നമ്മുടെ മെയിൻലൈൻ ടൊറൻഡോയോട് ഗുഡ് ബൈ പറയാണ് ഗൈസ്. ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ സിറ്റി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സിറ്റി? ഈ കാണുന്നതാണ് ഞങ്ങളുടെ കലൂർ സ്റ്റേഡിയം, അതായത് റോജർ സ്റ്റേഡിയം. ഇവിടെ ഞങ്ങളുടെ ബ്ലൂ ജെയ്സിൻ്റെ കോട്ട. ഇതാ കാണുന്ന കെട്ടിടം കണ്ടോ? CN ടവർ, കനേഡിയൻ നാഷണൽ ടവർ. അതായത് പണി കഴിയുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ഇതായിരുന്നു. അതിൻ്റെ ഒരു അഹങ്കാരവും ഞങ്ങളുടെ സിറ്റിക്ക് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴും അഹങ്കാരത്തിനൊട്ടും കുറവൊന്നുമില്ല കേട്ടോ. തലയെടുപ്പുള്ളൊരു സിറ്റി തന്നെയാണ് ടൊറോണോ. ഇത് ഭംഗിയാന്ന് നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ലേക്കിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് ബോട്ട്സ് ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ട്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കയറിയത് ഫെറിയാണ്. അതുപോലെ തന്നെ ടാക്സിയാണ് ഈ കാണുന്നത്, വാട്ടർ ടാക്സി, ടാക്സി എന്നും വിളിക്കും. ആ കാണുന്നതും ഒരു പ്രൈവറ്റ് ബോട്ട് തന്നെയാണ് കേട്ടോ. ഈ ടാക്സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് $13 ഉള്ളൂ ഒരാൾക്ക്. അത് ഈ കൂടുതലും ഈ സ്കൈസ്കേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ആ രീതിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് സ്ട്രക്ചറാണ്, മീൻസ് ഒരു ബോട്ടാണ് ടാക്സീസ്. കാണാൻ നല്ല രസമല്ലേ ഗൈസ്? അതായത് ഈ സിറ്റിയുടെ ഒരു പ്രാകൃതമായ ഒരു ഐറ്റം. യെസ് ഗൈസ്, ആ കാണുന്നതാണ് ഹൺലൈൻസ് പോയിന്റിൻ്റെ ആക്സസ് പോയിന്റ് അഥവാ ബോട്ട് ജെട്ടി. അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഈ ഐലൻഡിലേക്കായിരിക്കും ഏറ്റവും തിരക്കുന്നത്, പക്ഷെ അങ്ങനല്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഐലൻഡിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക്. ഫ്ലൈറ്റ് കൊടു ഗൈസ്. പില്ലി ബിഷപ്പ് എയർപോർട്ട് ഇവിടെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ട് ഫ്ലൈറ്റുകൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതും മിക്കതും പ്രൈവറ്റ് ചാർട്ടേഡൊക്കെ ആയിരിക്കും അല്ലേ? അല്ല, മറ്റേതുണ്ട് ചെറിയ അതും ഡൊമസ്റ്റിക് ഒക്കെ ആയിരിക്കും, ഇന്റർനാഷണൽ അല്ലല്ലോ. നമ്മൾ യുഎസിന്റെ ബേബി ആണല്ലോ കാനഡ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കാല് കുത്തി ഗൈസ്. ഹൺലൈൻസ് പോയിന്റിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ കാല് കുത്തി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വൈബ് അല്ലേ? കിഡിലും വൈബ്. അതായത് നമ്മുടെ ടൊറന്റോ സിറ്റിന്ന് വലിയ ദൂരത്തൊന്നും അല്ലേ സ്ഥലം. ജസ്റ്റ് ഒന്നും ഒണ്ടാരോ ലേക്കിന്റെ അങ്ങോട്ട് കുറച്ച് നീങ്ങണം. അവിടെ എന്തുണ്ടോ, അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കാണ് ഗൈസ്. ഫാമിലി ഗെറ്റ് ടുഗദർ ആണെന്ന് തോന്നുന്നു.
എഴുതി വെച്ചേക്കുന്നുണ്ടോ? എന്താ ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ച്, അതാണ് കറക്റ്റ് ഡെഫിനിഷൻ അല്ലേ മെൽവി? എല്ലാരും തുണിയില്ലാണ്ട് നടക്കും. സത്യം, അതായത് മറ്റേ നിർബന്ധിച്ച് ഇവിടെ ആരും തുണിയിലുള്ള ആരും കയറരുത് എന്ന് പറയുന്നതാണ് ന്യൂഡ് ബീച്ച്. ക്ലോത്തിങ് ഓപ്ഷൻ ബീച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒന്നും തോന്നുന്നു, എനിക്കറിയാൻ എല്ലാവരും തുണിയില്ലാത്തവരും മാത്രം കയറാൻ പാടുള്ളൂ. പാടുള്ളൂന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. യുഎസിലേക്ക് പോകേണ്ടി വരും. ഇല്ല, വേണ്ട, നമ്മുടെ തുണിയിലിട്ട് ഇറക്കേണ്ടി വരും. ബോഡി ഉണ്ടായിരുന്ന മോനെ. ഞാൻ ജിമ്മിൽ പോട്ടെ, എന്റെ പ്രൈം ടൈം ലോഡിംഗ് ആണ് ഗൈസ്. എന്റെ പ്രൈം ടൈം ആവട്ടെ, എല്ലാത്തിനെയും കാണിച്ചു കൊടുക്കാം. എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? പുതിയ ടൊറന്റോയിൽ എനിക്കും ഡ്രേക്കിനും മാത്രമേ ഈ ഹെയർ സ്റ്റൈൽ ഉള്ളൂ. അതെ, ബാക്കിയുള്ളവരെല്ലാം പിന്നെ മനുഷ്യരല്ലല്ലോ. അങ്ങനെ പറയല്ലേ. ഇതാണ് ഗൈസ് ഒരു ശരാശരി കനേഡിയൻ പ്രവാസിയുടെ സമ്മർ ലൈഫ്. 7 ദിവസം പണിയെടുക്കുക, 8ാം ദിവസം വരിക, ഇങ്ങനെ ജസ്റ്റ് നൈസായിട്ട് വരിക. ഇവിടെ പിസ്സ എങ്ങനെയുണ്ട്? ഇത് മെൽവിൻ സ്വന്തമായിട്ട് ടോപ്പിംഗ് ചെയ്ത ഓൺ ഡിസൈനാണ് അല്ലേ മെൽവി? കൊച്ചേർക്കിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? കൊച്ചേർക്കിനെ കാര്യമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വിളി നല്ല പീസ്ഫുൾ ആണ് കേസ്. കടിയുടെ സൗണ്ട് മൊത്തത്തിൽ ഒരു ഹാപ്പനിങ് വൈബ് അവിടെ. ചിലപ്പോൾ നമ്മുടെ ആകാശ് കൊല്ലവും വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഉറപ്പില്ല. അങ്ങനെ ഞാൻ വിളിച്ചായിരുന്നു, അവൻ കുറച്ച് അവൻ്റെതായ കുറച്ച് എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം കേസ്. അപ്പം ഇനി അവിടെ കേറിയിട്ട് എങ്ങനെ എനിക്ക് അവസ്ഥ എന്ന് എനിക്കറിയില്ല, അത് നോക്കിയിട്ട് കാണാം ഗൈസ്. നോക്കിയിട്ടൊന്നും ഇല്ല, കാണിക്കില്ല. അതന്നെ കാണിക്കുന്നില്ല ഗൈസ്. നമ്മളെ മറ്റേത് ആ ശരിയാണ്, എന്നെ ബാൻ ചെയ്തല്ലേ ഗൈസ്, കാരണം അവിടെ പെർമിഷൻ ഇല്ലാന്നാണ് എന്റെ വിശ്വാസം. അല്ല, അവിടെ പെർമിഷൻ ഉണ്ടെങ്കിലും ഇതില് യൂട്യൂബ്. ഓ അത് ശരിയാ, ന്യൂഡിറ്റി നമുക്ക് ഇടാനുള്ള ഓപ്ഷനും ഇല്ല കേട്ടോ. ഞങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരാം അല്ലേ? ഞങ്ങള് തുണിയില്ലാത്ത ആൾക്കാരൊക്കെ കണ്ണടച്ചിരിക്കും ഗൈസ്. ഞങ്ങൾ നല്ല കാണുന്ന മലകൾക്ക് പുറകിലാണ് ന്യൂഡ് ബീച്ച്. ഞങ്ങൾ കണ്ണടച്ചിരിക്കും ഗൈസ് അല്ലേ മെൽവി? നമ്മൾ തറവാട്ടി പറഞ്ഞ ആൾക്കാരല്ലേ, നമ്മൾ അങ്ങനെ നോക്കാൻ പാടുള്ളൂ. നീ തറവാട്ടി പറഞ്ഞോ? ഞാൻ അത്രക്ക് തറവാടിയല്ല എന്നൊക്കെ. എന്നാ ഗൈസ്, അപ്പം ഞങ്ങളെന്നാ പോയിട്ടും വരാം ഗൈസ്. ആ കാണുന്ന വഴി കണ്ടോ ഗൈസ്? ആ വഴി കയറിയാൽ ന്യൂഡ് ബീച്ച് എത്തി. ഐ മീൻ ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ച്. അവിടെ ചെന്നിട്ട് അവിടെ എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ കാണാം ഗൈസ്. യാ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ന്യൂഡ് ബീച്ചിൽ ചെന്ന് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന നോട്ടീസ് ബോർഡ് ഇതാണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ന്യൂഡ് ബീച്ച് എന്നും ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത്, ഇന്ന് എന്തൊക്കെയാണ് ടിപ്സ് കാര്യങ്ങളെന്നൊക്കെ കാണിക്കുന്ന ബിൽ ബോർഡാണിത്. പിന്നെ കിണ്ണം കാച്ച വ്യൂ ആണ് ന്യൂഡ് ബീച്ചിൽ നിന്നുള്ളത്. ഡൗൺ ടൗണിൻ്റെ തിരക്കില്ല എന്നുള്ളതാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിലും ഞാനൊരു വൈഡ് ഷോട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇതാണ് ന്യൂഡ് ബീച്ച്. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, തിരക്കില്ലാത്തൊരു ബീച്ചിലാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. പിന്നെ ഈ സംഭവം എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതായത് റീസ്റ്റോറേഷൻ പ്രൊജക്റ്റ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവർ റീസ്റ്റോർ ചെയ്യുന്നത് ഈ പുല്ലാണ് ഗൈസ്. അത് നമ്മുടെ നാട്ടിൽ വെറുതെ ഉണ്ടായിരിക്കുന്ന ഈ പുല്ല് വരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫെൻസ് കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ഇത് നല്ല രസം കേട്ടോ. അതായത് പീസ്ഫുള്ളായിട്ടുള്ള ഒരു ബീച്ചാണ് ന്യൂഡ് ബീച്ച്. ഈ സ്വാൻസും അതിങ്ങളൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ല വൈബാണ്. പ്രത്യേകിച്ചൊന്നും എന്താ പറയുക, തിരക്കില്ലാത്തൊരു പ്രൈവറ്റ് ആയിട്ടൊരു ബീച്ച് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. തിരിച്ചു പോണ് ഗൈസ്. ടയേർഡായി എൻ്റെ പൊന്നേ, വയ്യ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊച്ചു കള്ളൻ ന്യൂഡ് ബീച്ചിലൊക്കെ പോയി ക്ഷീണിച്ചെന്ന്. അല്ല ഗൈസ്, എനിക്ക് പോളൻ അലർജി അടിച്ചു. അത് ആ സമയത്ത് ആ ടൈമിലുള്ള എനിക്ക് അറിയില്ല. ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇതാ മെൽവിൻ. എത്ര മണിക്ക് ഇനിയിപ്പോ? 15 മിനിറ്റ് അല്ലേ? തിരിച്ചുള്ള യാത്ര ദുസ്സഹമായിരുന്നു ഗൈസ്. എനിക്ക് കണ്ണ് പൊള്ളുന്നു, ഉള്ളിൽ ചൊറിച്ചിലൊക്കെ പോലെ തോന്നുന്നു, ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലാണ് ഇരുന്നത് ഈ പാഷൻ ഫെറിയുടെ. ഇത് സീറ്റിംഗ് ഉണ്ട്, നല്ല സീറ്റിംഗ് തന്നെയാണ് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് കണ്ണടച്ചെടുത്ത വീഡിയോ ഇടത്. അതുകൊണ്ട് തന്നെ ഈ ഷോട്ട് എടുത്തത് ഞാനാണെങ്കിലും എഡിറ്റ് ചെയ്തപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് ഞാൻ അപ്പോഴാണ് കാണുന്നത്. നല്ല രസമുണ്ടല്ലേ, കൊള്ളാം.
നമ്മള് ശരിക്കും പറഞ്ഞാൽ സൺസെറ്റ് വരെ അവിടെ നിക്കാന്നുള്ളൊരു മൂടായിരുന്നു. പക്ഷെ എനിക്കറിയാം എന്റെ കണ്ണുണ്ടോ എനിക്ക് നീറിയിട്ടും വയ്യ. എന്താ സംഭവം അറിയാമല്ല. കണ്ണ് നീർന്നിട്ടും മൂക്കിന്നും ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഇങ്ങനെ വെയിലത്ത് കുറെ നാൾ കൂടി ഇറങ്ങിയിട്ടാണോ അല്ലെങ്കിൽ അവിടെ പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടായി. ഞാൻ അപ്പൊ ആ ട്രെയിലിൽ കൂടെ കുറച്ച് നടന്നായിരുന്നു. ഇനി അതിന് എനിക്ക് എല്ലാം അലർജീസ് ഉണ്ടോ എന്ന് അറിയാൻ പോകുന്നുണ്ട്. നമ്മള് ഊബർ എടുത്ത് വീട്ടിലേക്ക് പോകാന്ന് വെച്ചു ഗൈസ്. അതൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ തുറന്നു പിടിക്കുമ്പോ ഇങ്ങനെ പുകയ. ഐ തിങ്ക് എനിക്ക് അലർജി എന്താണ്ടെന്ന് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ഈ വ്ലോഗിലൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കും അലർജി ഉണ്ട്. ഇത്ര നാളായിട്ട് എനിക്ക് അലർജീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ഈ വീഡിയോയിൽ കൂടെ ഫിഗർ ഔട്ട് ചെയ്തു. ലൈക്ക് ഐ ഡു ഹാവ് സം അലർജി. ഐ ഡു ഹാവ് വൺ അലർജി. ഇറ്റ്സ് പോളൻ അലർജി ഗൈസ്. അതാണെങ്കിൽ ആ സംഭവം വന്നപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. അതായത് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയായിരുന്നു ആദ്യമായിട്ട് അലർജി അടിച്ചുകൊണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ ചെന്നിട്ട് ഒരു ആൻറ്റി അലർജി മേടിച്ച് അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ശരിക്കും ഞാൻ വ്ലോഗ് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഒരുമാതിരി തീ കത്തുന്ന ഫെറ്റായിരുന്നു കണ്ണിൽ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വ്ലോഗിൽ കാണാം ഗൈസ്. എന്തായാലും താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് അധികം വ്യൂവേഴ്സ് ഒന്നും ഇല്ലാന്ന് എല്ലാവരും പറയുന്നുണ്ട്. 200 വ്യൂസ് ഒക്കെ ഉള്ളൂ. പക്ഷേ ആ 200 വ്യൂസ് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ആൾക്കാർ ഫുള്ളായിട്ട് വീഡിയോ കാണുന്നുണ്ട്. എനിക്കത് മതി ഗൈസ്. നിങ്ങൾ കാണുക, നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങളൊരിക്കലും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആക്കില്ല. അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം ഗൈസ്.